വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അതുപോലെ തന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണ്. ഞാനിടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്ന ഒരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ്. അപ്പം ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ പച്ചക്കറികളൊക്കെ നട്ടാറുണ്ട്. അപ്പോൾ നിങ്ങളാരും കണ്ടില്ലല്ലോ എൻ്റെ പച്ചക്കറികളൊക്കെ എവിടം വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹമില്ലേ? അപ്പം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ എൻ്റെ കൂട്ടത്തിൽ പോകുന്നുള്ളൂ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഗാർഡനിലെ പച്ചക്കറികൾ എന്തെല്ലാമായെന്ന് എന്തോരമായെന്ന് കാണാം. ഓക്കെ, പച്ചക്കറികളൊക്കെ ഒരു വലിയൊരു വീപ്പേര് നട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ എപ്പോഴും പച്ചക്കറികളൊക്കെ ഇങ്ങനെ മാവുകയും മറയ്ക്കുകയൊക്കെ ചെയ്യില്ല. അപ്പം എന്തെങ്കിലും നമ്മുടെ സ്ട്രോബെറി എല്ലാം ഇവിടെ പഴുത്ത് ഒത്തിരി പഴുത്തൊക്കെ ഉണ്ട്. ഇപ്പം ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പം എന്തെങ്കിലും നമ്മുടെ ബീൻസൊക്കെ അവിടെ നട്ടത്. പിന്നെ നമ്മുടെ എന്താ പറയുക, റാഡിഷും സ്പിനേജും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. പിന്നെ ഇത് സ്ട്രോബെറികൾ നിങ്ങൾ കണ്ടില്ലേ, പഴുത്ത് ഒത്തിരി ഇപ്പോൾ കുറേ പറിച്ചു കേട്ടോ. കണ്ടോ, സ്ട്രോബെറി എല്ലാം പഴുത്ത് നിൽപ്പുണ്ട്. ഇതൊരു സ്ട്രോബെറിയാണ് പഴുത്ത് നിൽക്കുന്നതെന്ന്. അപ്പം ഇവിടെ ഞാൻ വഴുതന നട്ടതാണ്. നമ്മുടെ നശിപ്പിക്കാൻ തുടങ്ങി അവിടെയൊക്കെ. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ ബീട്രൂട്ടാണ് ഈ വളർന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഇല എല്ലാം പറിച്ച് നമുക്ക് തോരൻ വെക്കാം. ഇത് പിന്നെ നമ്മുടെ ടൊമാറ്റോ ആണ്. പിന്നെ ഇത് പൊറ്റേറ്റോസാണ്. പൊറ്റേറ്റോയുടെ പൂവാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ നമ്മുടെ മുന്തിരിങ്ങയെല്ലാം നിങ്ങൾക്ക് കാണാമോ? ഞാൻ കാണിക്കുന്നത് ഇത് ഇല കാരണം കാണത്തില്ല അല്ലേ? ഇത് കണ്ടോ, മുന്തിരിങ്ങ എല്ലാം ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മുടെ റോസപ്പൂക്കളും കാര്യങ്ങളും ഓക്കെ നമ്മുടെ എന്താ പറയുക, മാത്രമാണ് കളിക്കുന്നത്. ഓരോന്നും ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട്. ഭയങ്കര കാറ്റാണ് കേട്ടോ ഇന്ന്. ഇവിടെ ഇങ്ങനെ പിന്നെ അവിടെ കുറേ സാധനങ്ങളൊക്കെ നമ്മളിത് നട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് നട്ടത്? അത് ഇവിടം വരെ ആയിട്ടോ. ഓക്കെ, കുറേ ഇലകളൊക്കെ ഇങ്ങനെ നമ്മുടെ റോസയിൽ ഒക്കെ ആയി വരുന്നത്. ഭയങ്കര കാറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം ആപ്പിളിൽ കായൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആപ്പിളെ നിറച്ചും കായായിട്ട് നമ്മളൊരു കാ പോലും പറിച്ച് തിന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ എക്സാമിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചില്ല. അപ്പം ഒന്നും ചെയ്തില്ല. അത് കാരണം നല്ല ഭംഗിയിൽ പോവാണ്. നെല്ലിക്കായയിൽ നിറയെ നെല്ലിക്ക. ഇവിടെ നിറച്ചും സ്ട്രോബെറി ആണല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. എല്ലാം നിറയെ സ്ട്രോബെറിയാണ്. അപ്പം ഇങ്ങനെ പോകുമ്പം നമ്മുടെ നെല്ലിക്കയൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ മത്തനും ഒക്കെ കൊണ്ട് ഞാൻ പാകിയതാണ് കേട്ടോ. നെല്ലിക്ക നിറച്ച് മുഴുത്തതായി, നിറച്ച് മുള്ളാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഇതുണ്ടോ, നമ്മുടെ നെല്ലിക്ക പഴുത്തു ഈ കളറാകും കേട്ടോ. ഇത് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുള്ളതാണല്ലോ. പിന്നെ ഇവിടെ വാഴക്കൊട്ടൻ അവിടെയുണ്ട്. ആക്ച്വലി ഇവിടെ ബീൻസാണ് നട്ടത് കേട്ടോ. പക്ഷേ കഴിഞ്ഞ വർഷം ഇവിടെ ആയിരുന്നു ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇടയ്ക്കെല്ലാം ചീരയും ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ഉണ്ടായി വന്നിരിക്കുക. കാരണം എന്നാൽ വേറൊരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം മെയ്ഡ് കമ്പോസ്റ്റാണല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ പച്ചക്കറിയുടെ തൊലിയും സീഡ്സും എല്ലാം വരുമല്ലോ. അപ്പോൾ അത് കാരണം അതെല്ലാ സാധനവും നമ്മുടെ അവിടെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇനി അവിടെ നിന്ന് എനിക്ക് പുല്ല് പറിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അങ്ങോട്ട് ഇടയ്ക്ക് നമുക്ക് കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പം അതങ്ങനെ ഓക്കെ. പിന്നെ എന്താ പറയുക, ഇത് ഇവിടെ നമ്മൾ വേറെ പല സാധനങ്ങളും നട്ടാൽ ഇങ്ങനെ ഇവിടെ നമ്മുടെ ക്യാരറ്റാണ് ഈ കുഞ്ഞു ഇല പോലെ കാണുന്നത്. പിന്നെ അവിടെ ചീര തന്നെ നട്ടതാണ്. അപ്പം ഇതൊരു 2-3 മഴ കഴിഞ്ഞ കാരണമാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇത് പൊട്ടേറ്റോ തന്നെയാണ്. ഇത് കെയിലാണ്. അപ്പം നിങ്ങൾ നട്ടപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പം ഇന്നാൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ വലുതായി ഇത് ഈ ചെടികളും പൂക്കളുമൊക്കെ. അപ്പം നമ്മുടെ സമ്മറാണ്, നമ്മുടെ എൻജോയ്മെൻറ്റ് ടൈം എന്ന് ഞാൻ പറഞ്ഞില്ലേ, പണിയെടുക്കുന്നവർ കേട്ടോ. അപ്പോൾ ഇത് മൊത്തം നമ്മുടെ ടൊമാറ്റോ നട്ട് വെച്ചേക്കുന്നതാണ്. ഓക്കെ, അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്ന് കാണിക്കുകയാണ്. സമയമില്ല, അതുകൊണ്ടാണ്. കുറേ പണിയുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാ ദിവസവും ഏതാണ്ട് ഒരു 2-3 കിലോ സ്ട്രോബെറി കിട്ടുന്നുണ്ട്. നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കും, ചുമ്മാ തിന്നും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇനി ഇതെല്ലാം കഴുകി ഒന്ന് ഫ്രീസറിൽ കയറ്റി വെക്കണം. ജാം ഉണ്ടാക്കും.
അച്ചാറൊക്കെ ഞാൻ ഇട്ടായിരുന്നു, ചമ്മന്തി അരച്ചായിരുന്നു. അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വീഡിയോ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം അവിടെ ഉണ്ടായിരിക്കുന്ന റാഡിഷും സ്പിനേജും ഒക്കെയാണ്. ഇത് മൊത്തം ബീട്രൂട്ടാണ് കേട്ടോ. നമ്മളൊന്ന് നട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇല പറിച്ച് നമുക്ക് തോരൻ വയ്ക്കാം, മുട്ടയിട്ട് തോരൻ വയ്ക്കാം, അല്ലാതെ തന്നെ കറി വെക്കാം. പിന്നെ കർക്കിടക മാസത്തിൽ പത്തലയായിട്ട് വരുമ്പോഴത്തേന് ഞാൻ ബീട്രൂട്ടിന് ഇല ഇടാറുണ്ട് കേട്ടോ. അപ്പം ബീട്രൂട്ട് ഇത് അപ്പുറത്ത് കാണുന്നത് ടൊമാറ്റോയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു വയലറ്റ് പൂക്കൾ കണ്ടില്ലേ, അത് പൊറ്റാറ്റോയാണ്. അതിൻ്റെ അപ്പുറമാണ് നമ്മൾ ഗ്രേപ്സ് നട്ടേക്കുന്നത്. വർഷങ്ങളായതാണ് ഉണ്ടോ ആ വയലറ്റ് പൂവ്. അപ്പം അതൊക്കെ വർഷങ്ങളോടെ കിടക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നടുന്നതിൻ്റെ ആ പച്ചക്കറികളോട് വേറെ കുറേ പച്ചക്കറികളും ഉണ്ടാവും. കാരണം നമ്മുടെ വീട്ടിലെ ഹോം മെയ്ഡ് കമ്പോസ്റ്റാണല്ലോ നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പച്ചക്കറി നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ സീഡ്സ് എല്ലാം അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് പലതരത്തിലുള്ള പച്ചക്കറികൾ അവിടെ ഇവിടെയൊക്കെ കിളുത്ത് വരും. അപ്പം അത് കാരണം നമ്മൾ കിളിപ്പിക്കുന്നിടത്ത് പല സാധനങ്ങളും ഉണ്ടാകും. ഇത് മത്തനും കുമ്പളവും അങ്ങനെ ഏതാണ്ടൊക്കെ സാധനങ്ങളാണ് കേട്ടോ. കുറേ നട്ടു. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഈ വലിയ ഈ പാത്രത്തിൽ നട്ടാൽ നമുക്ക് വള്ളി ഇങ്ങോട്ട് വരുമ്പോൾ നിലത്തേക്ക് പടർത്താലോ എന്ന് വിചാരിച്ചാണ്. നമ്മുടെ ബീൻസൊക്കെയാണ്. ബീൻസുണ്ട്, കത്തിപ്പയറുണ്ട്, ചെറിയ പയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ചൊന്നും ഇത് നട്ടിട്ടില്ല. ചിലതൊക്കെ കുറച്ച് താമസമാണ് വലുതായി വരുന്നത്. അതാണ് ആ ലെഫ്റ്റ് ഓവറാണ് ആ സാധനം അവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ പറമ്പിൽ നടാനായിട്ടുള്ള ഇടയൊന്നും ഇല്ല, എന്നാലും ഉള്ള ബാഗിലും ഒക്കെ ആക്കിയിട്ട് വെക്കണമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സ്പൈസസ് റോസ്മേരിയാണ്. നമ്മൾ ക്രിസ്മസ് ടർക്കി റോസ്റ്റ് ടർക്കി ചെയ്തില്ല, അപ്പം നമ്മൾ ഇടുന്നതാണ് റോസ്മേരി. പിന്നെ നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചാൽ നമുക്ക് ഓരോന്നിനൊക്കെ ഉപയോഗിക്കാം. പിന്നെ റോസ്മേരി പിന്നെ ഫ്ലൈസൊക്കെ പോകാനൊക്കെ നല്ലതാണ്. പിന്നെ ബേ ലീവ്സ് ഉണ്ട്, പിന്നെ വേറെ കുറച്ച് ചെടികളൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെ വലിയ വീപ്പ് പോലത്തെയുള്ള സാധനത്തിലാണ് നട്ടേക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ കമ്പോസ്റ്റൊക്കെ വേണ്ടി വരും. അത് ആ ചെടി ഇപ്പോൾ കാണിക്കുന്നത് ഭയങ്കര വലിയൊരു മരമാകുന്നതാണ് കേട്ടോ. അപ്പം സ്പേസൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെറിയൊരു പാത്രത്തിലും വലിയ വലിയ പാത്രത്തിലും ഒക്കെ നടാം. അപ്പോൾ ഇതൊരു നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഇന്ന് ഭയങ്കര വെയിലും എന്നാൽ ഭയങ്കര കാറ്റുമാണ്. കാറ്റിനങ്ങനെ തണുപ്പൊന്നുമില്ല, പക്ഷേ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും. ഞാനിത് വീഡിയോ എടുത്തു എന്നാണ് വിചാരിച്ചത്. അതൊക്കെ ഞാൻ ഫോട്ടോയാണ് എടുത്തേക്കണം. അപ്പം നെല്ലിക്കയാണ് ഇവിടുത്തെ ഗൂസ്ബെറി. അപ്പോൾ അതിങ്ങനെ ഞാൻ ഇതിനകത്ത് അച്ചാറിടുകയും ചമ്മന്തി ഇടുകയും ഒക്കെ ഉണ്ടാക്കിയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതൊന്ന് കണ്ടു നോക്കൂ. പിന്നെ ഇതിപ്പം ഞാൻ ഓൾറെഡി വീഡിയോ കാണിച്ചാണല്ലോ. അപ്പം നമ്മുടെ ചീരയും ബീൻസും എല്ലാം സങ്കരമായിട്ട് വളരും. പിന്നെ എന്നാ പറയുന്നേ, പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ക്യാരറ്റ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പൊറ്റാറ്റോ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ചീരകളുടെ സംസ്ഥാന സമ്മേളനമാണ്. എല്ലാം എവിടെ നോക്കിയാലും ചീര മാത്രമേ ഉള്ളൂ. നമ്മുടെ പറമ്പ് ഫുൾ ഇപ്പോൾ ചീരയാണ്. അതാണ് കെയിലാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഞാൻ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുക. ഓക്കെ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.